ഇതാ ഈ തേക്ക് മരം നിൽക്കുന്നത് ഇതൊരു 11 ഏക്കർ സ്ഥലമാണ്. വണ്ടി ടാറിട്ട റോട്ടിൽ നിന്ന് ഇതിലേക്ക് കയറും. കാണിച്ചു തരാം. ഇത് ടാറിട്ട റോഡാണ്. ടോറസും എല്ലാതും വരും കേട്ടോ. കണ്ടോ, ഈ ടാറിട്ട റോട്ടിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ റോഡ് ഇങ്ങനെ ഇതിലേക്കാണ് കയറും. 11 ഏക്കറാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ താഴത്തു കൂടെ ഒക്കെ ഈ പറഞ്ഞ മാതിരി റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധനം ഇതാണ്. ഫുള്ള് തേക്ക് മരങ്ങൾ ഇതിലുണ്ട്. തേക്ക് നിലനിർത്തുകയാണെന്ന് വെച്ചെങ്കിൽ കുറേ കഴിയുമ്പോൾ നല്ലൊരു സംഖ്യക്ക് തേക്കുണ്ടാവും. ഈ റോഡ് 4 പുറം കിടക്കുകയാണ് കേട്ടോ. ടാറിട്ട റോഡാണ്. വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പരിസരത്ത് വീടുകളൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഈ ഭാഗത്തൊക്കെ റബ്ബറാണ്. ഇതുണ്ടോ പരിസരത്തെ വീടുകൾ. 11 ഏക്കറിൽപ്പെട്ട റബ്ബറാണ് ഇതൊക്കെ. കണ്ടോ, കുറേ റബ്ബറും അതേപോലെ മേൽഭാഗത്ത് തേക്കുകളാണ് വെച്ചിരിക്കുന്നത്. നിറയെ തേക്ക്. അങ്ങനെ 4 ഭാഗത്തും റോഡുള്ള ഒരു സ്ഥലം. ഏത് വണ്ടിയും വരാം, ഏത് കമ്പനി പർപ്പസിനും പറ്റും. ആണോ ആ വണ്ടി വരുന്നത്. റോഡ് 4 ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഈ റോഡ് അങ്ങോട്ട് കുറേ ഉണ്ട്. നമ്മുടെ ഈ റോഡ് ഈ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിസരത്തെ വീടുകളുണ്ട്. അതേപോലെ റബ്ബർ തോട്ടമുണ്ട്. ഒരുപാട് ദൂരം അങ്ങുണ്ട് കേട്ടോ. കുറേ ദൂരമുണ്ട്. 11 ഏക്കറാണല്ലോ. ഈ റോഡ് ഒരുപാട് ദൂരം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ബാക്ക് സൈഡ് കൂടെ പഞ്ചായത്ത് റോഡ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കാണിച്ചു തരാം. മുൻവശത്ത് കൂടെ ഈ ടാറിട്ട റോഡും ബാക്ക് സൈഡ് കൂടെ ഒരു പഞ്ചായത്ത് റോഡും പോകുന്നുണ്ട്. ഇവിടെ ഒരു വീടുണ്ട്. ഇതാണ് പഞ്ചായത്ത് റോഡ്. പതിനൊന്ന് ഏക്കറുടെ ബാക്ക് കൂടെ ഉള്ള റോഡാണിത്. മുൻവശത്ത് കൂടെ ടാറിട്ട റോഡും ബാക്ക് സൈഡിൽ കൂടെ ഈ പഞ്ചായത്ത് റോഡാണ്. എല്ലാ വണ്ടിയും ഈ പ്ലോട്ടിൻ്റെ ഉള്ളിലേക്ക്. ഇവിടെയൊക്കെ നിരന്ന ഭൂമി കേട്ടോ. ഫുള്ള് തേക്ക് മരമാണ്. ഈ ഭാഗത്തൊക്കെ തേക്ക് ലേശം വണ്ണം വെച്ചിട്ടുണ്ട്. ഒരു 2-3-4 കൊല്ലം നിർത്തിയ ക്യാഷ് നമുക്കാണ് കിട്ടും. മേൽഭാഗത്തൂടെ ഫുള്ള് തേക്കും, അടിഭാഗത്തൂടെ ഫുള്ള് റബ്ബറും. സ്ഥലത്തിൻ്റെ ഫുൾ റൗണ്ട് റോഡാണ്.
എല്ലാ കമ്പനി പർപ്പസിനും അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ. ഇതൊക്കെ ഇതിൽപ്പെട്ട സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ പോണ റോഡാണ്. ഫുള്ള് റൗണ്ട് റോഡുണ്ട്. ബാക്ക് സൈഡിൽ കൂടെ ഈ റോഡ് മണ്ണ് റോഡ്, ഫ്രണ്ട് കൂടെ കംപ്ലീറ്റ് ടാർട്ട് റോഡ്. ഈ സൈഡ് ഫുള്ള് തേക്ക് 11 ഏക്കറിൽ. താഴ്ഭാഗത്ത് ഫുള്ള് റബ്ബറുമാണ്. പിന്നെ പല ജാതി മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് അവിടെ കാണുന്നത് മാവ്, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്, അതൊക്കെ ഉണ്ട്. 11 ഏക്കർ. ഇതിങ്ങനെ ഇറങ്ങിപ്പോയ താഴത്ത് വയലാണ് കേട്ടോ. അതുകൊണ്ട് ഇതിൽ വെള്ളം കിട്ടാനൊന്നും ഒരു പ്രയാസമില്ല. നല്ല വെള്ളം കിട്ടുന്ന ഒരു കുഴൽക്കിണർ ഇതിലുണ്ട്. അതിന് നല്ല അടിപൊളി വെള്ളമാണ്. ഏക്കറുടെ ഉള്ളിലേക്ക് പോകാനും അതിൻ്റെ ആ സ്ഥലത്ത് കൂടെ റോഡ് വെട്ടിക്കണത്. ഇത് നല്ല വെള്ളം കിട്ടുന്നൊരു ബോർവെല്ല് കുഴിച്ചിരിക്കുകയാണ്. അടിപൊളി വെള്ളമാണ്. ഇതിൽ മൂടിയിട്ടിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ ഉള്ള തേക്കൊക്കെ അത്യാവശ്യം മണ്ണുള്ളതാണ് കേട്ടോ. ഒരു 4 വർഷം ഈ തേക്ക് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ഥലം വാങ്ങിയ ക്യാഷ് ഈ തേക്കുമ്പോൾ കിട്ടും. 11 ഏക്കറുടെ ക്യാഷ് ഫുള്ള് കിട്ടും. കുറച്ച് അവിടെ ഇവിടെയൊക്കെ പാറ കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, അതിന് പ്രശ്നമൊന്നുമില്ല. ഇതിൽ അളവിൽ കൂടുതൽ സ്ഥലമുണ്ട്. ഇത് റബ്ബറിൻ്റെ ഷീറ്റ് അടിക്കണ മെഷീനാണ്. അതിൻ്റെ ഒരു ചെറിയ പുരയാണ്. ഈ ഭാഗത്ത് ഇങ്ങോട്ട് വരുമ്പോഴാണ് തോട്ടം ഉഷാറായി വരുന്നത്. ഇതിൽ പണിക്കാർക്കൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു പെര ഉണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പം നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് തേക്കിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് റബ്ബറിൻ്റെ സെക്ഷനാണ് ഇങ്ങനെയുള്ളത്. കണ്ടോ, ഇതിലത്തെ 11 ഏക്കറിലത്തെ റബ്ബറാണ് ഇതൊക്കെ. ഇതിലുമുണ്ട് തേക്കുകൾ അവിടെ ഇവിടെ കേട്ടോ. ആ താഴ്ഭാഗത്ത് കൂടെയാണ് കറുത്ത റോഡ് പോയിക്കൊണ്ടിരിക്കണേ. ഇത് പാലക്കാട് ജില്ലയിലാണ്, നെല്ലിക്കുറിശ്ശിയുടെ പരിസരത്താണ്. ആവശ്യമുള്ളവർ വിളിച്ചോളി. കമ്പനികൾ നടത്താനും ഇതിനൊക്കെ ഇത് പറ്റും. ഫാമിന് പറ്റും. ഇതിൻ്റെ താഴ്ഭാഗത്ത് വയലായതുകൊണ്ട് എന്ത് കിണർ കുത്തിയാലും വെള്ളം കിട്ടും. ഓക്കെ.